നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഒരു പ്രത്യേക രാജ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തൻ്റെ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി പലരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. BJPയുടെ മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ അതിലെന്താണ് തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാമർശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം തൻ്റെ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനു മുൻപ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലോകമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റേതാണ്. ഇന്ത്യ 2047 ഇന്ത്യയും ഇസ്ലാമിൻ്റേതായിട്ട് മാറും എന്ന് ഒരാൾ ഒരു കയ്യിൽ കറുത്ത ബാഡ്ജൊക്കെ ധരിച്ച് പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അയാൾ മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഹിന്ദിയിൽ പറയുന്ന കാര്യം നമ്മൾ കേട്ടതാണ്. ജനം ചാനൽ അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തതാണ്. ഇതൊന്നും ആരെയും ദ്രോഹിക്കാനോ ആരെയും കുത്തിത്തിരിപ്പുണ്ടാക്കാനോ ഒരു വിഭജനം ഉണ്ടാക്കാനോ ഇവിടെ വർഗീയമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കാനോ ഒന്നുമല്ല ഈ ചാനൽ ഈ വാർത്തകൾ ഒക്കെ പുറത്തേക്ക് കൊടുക്കുന്നത്. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ തെറ്റ്? അങ്ങനെയാണെങ്കിൽ അയാൾ പറഞ്ഞതും തെറ്റല്ലേ? ആ ജിഹാദി പറഞ്ഞതും തെറ്റല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ജിഹാദി എന്ന് വിളിക്കേണ്ടതായിട്ടൊക്കെ വരുന്നത്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് ഇന്ത്യ, കേരളം, വിശേഷ്യ കേരളം. ആ നാട്ടിൽ ഇന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു അകൽച്ചയുണ്ട്. ഈ മുസ്ലിങ്ങൾ ഒരു മാനസിക അകൽച്ചയിലാണ് മറ്റുള്ള മതക്കാരോടൊക്കെ ഇപ്പോൾ പെരുമാറുന്നത്. അല്ലെങ്കിൽ അവരെ മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒന്നും ഉണ്ടായില്ല. നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് സ്നേഹത്തിൻ്റെ മതമാണ് ഇസ്ലാം മതം എന്നൊക്കെ നമ്മൾ നമ്മൾ ധരിച്ചു വെച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അവരുടെ കിതാബിൽ തന്നെ പറയുന്നുണ്ട്, കാഫിറിനെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടണം, എതിർദിശയിൽ വെട്ടണം, വെട്ടിക്കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ നമ്മുടെ ശത്രുക്കളാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഗവൺമെൻറ് തലത്തിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ ഓരോ തുക വകയിരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം അത് ഉപയോഗിച്ചിട്ടാണ് നമുക്കെതിരെ തന്നെ തിരിയാൻ പാകത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. കാരണം തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിയിക്കാനായിട്ട് തെളിവൊന്നുമില്ല. പക്ഷെ പറഞ്ഞു കേട്ട ഒരു കാര്യം പറയാം. നബിദിനത്തിൻ്റെ അന്ന് അവിടെ കടകളൊന്നും തുറക്കാൻ പാടില്ല. ഈ മലപ്പുറം ജില്ലയിൽ കടകളൊന്നും തുറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് നിയമമൊന്നും അല്ല, അത് അവരങ്ങനെ അവിടെ ആ അലിഖിത നിയമം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഏത് കട? മുസൽമാനൊക്കെ കട തുറക്കണ്ട. പക്ഷേ ഹിന്ദുക്കൾക്ക് കട തുറക്കാൻ പാടില്ലേ? ക്രിസ്ത്യാനികൾക്ക് കട തുറക്കാൻ പാടില്ലേ? ഇതൊന്നും പാടില്ല എന്നാണ് അവിടുത്തെ അലിഖിതമായിട്ടുള്ള ഒരു നിയമം. ഇനി ആ നിയമത്തെയൊക്കെ വിട്ടിട്ട് നമുക്ക് വേറൊരു എൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഉദാഹരണം പറയാം. പെരുമ്പാവൂർ ടൗണിൽ പന്നിയിറച്ചി വിൽക്കുവാനായിട്ട് സാധിക്കുമോ? ആർക്കും കഴിയില്ല. പന്നിയിറച്ചി വിൽക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എനിക്കൊരു കട തുടങ്ങണം എന്നുണ്ടെങ്കിൽ, എനിക്കവിടെ പന്നിയിറച്ചി വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് പെരുമ്പാവൂരിൽ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതാണ് ചോദ്യം. അതാണ് ആ ചോദ്യം ഉന്നയിക്കുന്നത്. അവിടെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉദിക്കുന്നത്. അവിടെയാണ് എന്തുകൊണ്ട് സാധിക്കില്ല. ഇതാണ് പ്രശ്നം. മതപരമായിട്ടുള്ള ചില അലിഖിത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ഉദ്യമിച്ച് കുറച്ച് ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഈ ലോകം ഇസ്ലാമിൻ്റേതാണ് എന്നാണ് അവർ വാദിക്കുന്നത്. മറ്റുള്ള മതക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ അവരെ അനുസരിക്കുക, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ഇവിടം വിട്ടു പോവുക. കാശ്മീർ ഫയൽസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. ഇത് മറ്റുള്ള മതക്കാരെ ഭിന്നിപ്പിക്കാനോ മുസ്ലിം വിരോധമോ ഒന്നുമല്ലത്. അവരുടെ ഇടയിൽ തന്നെ, ഇപ്പം ഹിന്ദുവിൻ്റെ ഇടയിൽ തന്നെ കുറേ ആളുകൾ തീവ്രമായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ എല്ലാ ഹിന്ദുക്കളും തീവ്രവാദികളാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഹിന്ദു മതത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദു മതം ആചരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു അമ്പലത്തിലെ പൂജാരി പറഞ്ഞാലൊന്നും അവർ ഇറങ്ങി തിരിക്കുകയൊന്നുമില്ല. പക്ഷേ മുസ്ലിമിൻ്റെ കാര്യത്തിലായാലും ക്രിസ്ത്യാനിയുടെ കാര്യത്തിലായാലും സംഭവിക്കുന്നത് എന്താണ്? അവരുടെ പള്ളിയിലെ അച്ഛന്മാർ പറയുന്നത്, അവരുടെ പള്ളിയിലെ ഉസ്താദുമാർ പറയുന്നത്, അവർ പറയുന്നത് കേട്ടിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അതല്ല, സ്വന്തം ബോധത്തിൽ നിന്നല്ല ഇവർ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഈ അച്ഛന്മാരും ഉസ്താദുമാരും മൗലവിമാരും ഒക്കെ പറയുന്നത് തെറ്റാണെങ്കിലോ അവരുടെ തെറ്റിനെ തിരുത്താനായിട്ട് തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ അവരുടെ തെറ്റ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് കേട്ടോ, ഇത് തിരുത്തണം എന്ന് പറയാൻ ഉള്ള ചങ്കൂറ്റമുള്ള ചിന്താശേഷിയുള്ള ആളുകൾ അവരുടെ ഇടയിലില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഭയന്ന് വിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ജീവിക്കണം. അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് അല്ലെങ്കിൽ ശവശരീരം അടക്കേണ്ടത് പള്ളിയിലാണ്, പള്ളിയിലെ സെമിത്തേരിയിലാണ് അടക്കേണ്ടത്. ഹിന്ദുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹിന്ദുവിനെ സംബന്ധിച്ച് അയാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ശവശരീരം അയാളുടെ വീടിൻ്റെ തൊടിയിൽ തന്നെ അടക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ അയാൾക്കൊണ്ട് ചെയ്യാം. ഒരു തിരുമേനിയോടും ചോദിക്കേണ്ട കാര്യമില്ല. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമുക്ക് ഹിന്ദുക്കൾക്കുള്ള സ്വാതന്ത്ര്യം പോലെ മറ്റു മതക്കാർക്ക് സ്വാതന്ത്ര്യമില്ല. പ്രത്യേകിച്ച് സെമിറ്റിക് മതക്കാർക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി ഇല്ല. അവരുടെ മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാർ പറയുന്നത് ആണ് അവരിപ്പോഴും അനുസരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് നമ്മൾ വീണ്ടും പറയുന്നത് ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇങ്ങനെയുള്ള വകതിരിവുകൾ, കുറച്ച് പേർക്ക് കുറച്ച് നീതി, കുറച്ച് പേർക്ക് വേറൊരു നീതി, കുറച്ച് പേർക്ക് ഒരു നിയമം, കുറച്ച് പേർക്ക് മറ്റൊരു നിയമം, ഇത് പാടില്ല. ഇവിടെ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവുമ്പോഴല്ല എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്വതന്ത്രനാവുമ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. അതല്ലാതെ എനിക്ക് റോഡിലിറങ്ങി നൃത്തം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ്, മാനസികമായ സന്തോഷത്തിലേക്ക് ഞാൻ അടുക്കുമ്പോഴാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്. ഇതൊന്നുമില്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആൾക്കാർ. ഈ പുരോഹിതന്മാരൊക്കെ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അവരാണ്. കാരണം ഈ പുരോഹിതന്മാർ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശവമടക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കുമ്പോൾ അത് നടത്തി തരണമെങ്കിൽ ഞങ്ങൾ വേണം. ഞങ്ങൾ പറയാതെ ഈ പറയുന്ന കാര്യം കേൾക്കാതെ അനുസരിക്കാതെ നടന്നാൽ ഇതൊന്നും നടക്കില്ല. ഇങ്ങനെ പറഞ്ഞ് അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ സ്വതന്ത്ര ചിന്തകളിൽ നിന്നും അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാര്യമാണ് സംഭവിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്.